ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഹൗ ടു സ്കീറ്റ് ആണ്. ഇപ്പോൾ ബിഗിനേഴ്സിന് നമ്മളിങ്ങനെ ഹൗ ടു സ്കീറ്റ് പഠിക്കണമെങ്കിൽ ആദ്യത്തെ തരം ഒരു ലൈനാണ്. ആദ്യത്തെ സ്കീറ്റിംഗ് ഷൂ ഒരു ലൈനിൻ്റെ ആണ്. ഇതാണ് ആദ്യത്തെ സ്കീറ്റിംഗ് ഷൂ. വേറൊരു എന്താണ് രണ്ടാമത്തെ തരം ഒരു സൈഡ് 4 സൈഡ് ഉണ്ടാവും. ഇതും 4 ചക്രം തന്നെ, പക്ഷെ അത് ഒരു ലൈനിൽ വരും. പക്ഷെ മറ്റേതോ ഒറ്റൊന്നും ഇവിടെ ഉണ്ടാവും, ഒറ്റൊന്നും ഇവിടെ ഉണ്ടാവും, ഒറ്റൊന്നും ഉണ്ടാവുന്നു ഇവിടെ ഉണ്ടാവും. അപ്പം അത് നല്ലപോലെ ബാലൻസ് കിട്ടും നമുക്ക്. അപ്പോൾ ഓടിക്കാനും സിമ്പിളായിരിക്കും. ഇത് ബാലൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതേപോലെ അതിൽ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇത് കിട്ടും. ഇത് കിട്ടിയിട്ട് വേണം മറ്റൊരു പഠിച്ചിട്ട് വേണം ഇത് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഹൗ ടു സ്കീറ്റിംഗ് പഠിക്കാൻ ആദ്യത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധ നമ്മളുടെ വെയിൽ തന്നെ വേണം. വെയിലാവുമ്പോഴാണ് നമുക്ക് ഇതാവല്ലേ. ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വട്ടോ ഇങ്ങനെ നമുക്ക് തിരിക്കുമ്പോൾ മെല്ലെ ഒന്ന് സ്ലോ ആണ്. കുറച്ച് സ്ലോ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ കിട്ടുക. അല്ലെങ്കിൽ ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് വീണ് പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുള്ളത് നിങ്ങൾ ശ്രദ്ധ വെയിലാണ്. ശ്രദ്ധ വെയിലില്ലെങ്കിൽ നിങ്ങൾ വീണ് പോകും. നമ്മൾ ആകാശത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ആ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ വീണ് പോയതാണ്, കുറച്ച് മുമ്പ് വീണ് പോകണ മുമ്പ് നിങ്ങളൊന്ന് വട്ട് തിരിഞ്ഞിട്ടൊന്ന് ഇതാക്കാൻ നോക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു കാര്യമുള്ള സ്കീറ്റിംഗ് ഷൂവിൽ അങ്ങനത്തെ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടാവും. ആ ബ്ലാക്ക് സാധനം മീൻസ് നമ്മൾ ബ്രേക്കാണ്. കാണിച്ചു തരാം. നമ്മൾ ബ്രേക്ക് ഇങ്ങനെ ഇരിക്കും പോകുന്നത്. ഇങ്ങനെ മുട്ടാ പോകുമ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് പോവാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാൾ തട്ടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഒരു കാലിലുണ്ടാവും, 2 കാലിലുണ്ടാവില്ല. ഒരു സ്കീറ്റിംഗ് ഷൂവിലുണ്ടാവും, ഒരു സ്കീറ്റിംഗ് ഷൂവിലുണ്ടാവില്ല. ബിക്കോസ് അത് നമ്മൾ 2 ഉണ്ടായാൽ നമ്മൾ ബാക്കോട്ട് വീഴും. അതുകൊണ്ട് ഒറ്റൊരു കാലിലേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യല കേട്ടോ. ഇങ്ങനെ വേറെത് വാങ്ങല്ലേ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കീറ്റിംഗ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഫ്ലാറ്റ് സ്ഥലത്ത് പഠിക്കാൻ നോക്കുക. ആയിരിക്കും നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. നമ്മളുടെ ഇങ്ങനത്തെ ടൈൽസിന് കാണിച്ചു തരാൻ നമുക്ക്. ഇപ്പോൾ ഇങ്ങനത്തെ ടൈൽസിന് നിങ്ങൾ ആണെങ്കിൽ ബിഗിനർ ആണെങ്കിൽ പഠിക്കാൻ നോക്കരുത്, പ്ലീസ്. പഠിക്കാൻ നോക്കരുത്. ബിക്കോസ് അതൊരു വീണതായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് ആയിരിക്കും പഠിക്കാൻ. ഇങ്ങനെ മെല്ലിരിക്കും. നിങ്ങൾ ഫസ്റ്റിന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ കാട്ടേണ്ടത്, പിടിച്ച് കിട്ടണം. പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കിട്ടും. അപ്പോൾ കിട്ടും. അപ്പോൾ ഫ്ലാറ്റ് സ്ഥലത്ത് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്ലാറ്റിന് ഇങ്ങനെ നല്ലപോലെ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് പിടിക്കേണ്ടിയിരിക്കും. പിടിച്ച് അപ്പോൾ കുറച്ചുകൂടെ കിട്ടുക. അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടണ വേദാ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഫ്ലാറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ രണ്ടാമത്തത് ഡേ 1 ഡേ 2 അങ്ങനെ പിടിച്ച് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടും. ഇപ്പോൾ ഒരു മാസം ഞാൻ ഇങ്ങനെ പോകാൻ നോക്കിയിട്ട് എനിക്ക് നല്ലപോലെ കിട്ടും. ഇങ്ങനെ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഇതിൽ പഠിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തല്ല എത്രാമത്തായിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധ വെക്കാൻ നോക്കിയെന്ന് ഞാൻ പറഞ്ഞത്. ശ്രദ്ധ വെക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് വീഴാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും മുറിയാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കേറ്റിംഗ് ഷൂ നമ്മൾ നല്ലപോലെ മുറുക്കി വെക്കുക. നമ്മൾ കാലിൽ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ ആ സ്കേറ്റിംഗ് ഷൂ പോകും. നിങ്ങൾ മുറുക്കി വെക്കാൻ മറക്കരുത്. പിന്നെ ഒന്നുമില്ല പറയാൻ. പിന്നെ നമ്മൾ സ്കേറ്റിംഗ് ഷൂ നല്ലപോലെ പഠിക്കണം. ഇങ്ങനെ ഒരു ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം പഠിക്കാതിരിക്കുക, ഒരു ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം പഠിക്കാതിരിക്കുക. പിന്നെ നമ്മൾ അതൊരു ശീലമാവും. ആ ശീലമാവണം. പിന്നെ നമ്മൾ പഠിച്ച് നമുക്ക് അത് ആ ശീലമാവും. എപ്പോഴും ഒരു വൈകുന്നേരം വന്നിട്ട് ഞാൻ ചെയ്യല ഈ സ്കേറ്റിങ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടണതായിരിക്കും. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കേറ്റിംഗ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഫ്ലാറ്റ് സ്ഥലത്ത് പഠിക്കാൻ നോക്കുക. ആയിരിക്കും നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. നമ്മളുടെ ഇങ്ങനത്തെ ടൈൽസിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇങ്ങനത്തെ ടൈൽസിന് നിങ്ങൾ ആണെങ്കിൽ ബിഗിനർ ആണെങ്കിൽ പഠിക്കാൻ നോക്കരുത്, പ്ലീസ്. പഠിക്കാൻ നോക്കരുത്. ബിക്കോസ് അതൊരു വീണതായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് ആയിരിക്കും പഠിക്കാൻ. ഇങ്ങനെ മെല്ലിരിക്കും. നിങ്ങൾ ഫസ്റ്റിന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ കാട്ടേണ്ടത്, പിടിച്ച് കിട്ടണം. പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കിട്ടും. അപ്പോൾ കിട്ടും.
അപ്പോൾ ഫ്ലാറ്റ് സ്ഥലത്ത് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ എങ്ങനെ ഫ്ലാറ്റിന് ഇങ്ങനെ നല്ലപോലെ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് പിടിക്കേണ്ടിയിരിക്കും. പിടിച്ച് നമുക്ക് കുറച്ചുകൂടി കിട്ടുക. അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടണ വീതാ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഫ്ലാറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ രണ്ടാമത്തത് ഡേ 1 ഡേ 2 അങ്ങനെ പിടിച്ച് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടും. ഇപ്പോൾ ഒരു മാസം ഞാൻ ഇങ്ങനെ പോകാൻ നോക്കി. അപ്പോൾ പോകാൻ നോക്കിയിട്ട് എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച, ഒരു 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഇതിൽ പഠിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തല്ല എത്രാമത്തായിന്. അപ്പം നിങ്ങൾ ശ്രദ്ധ വെക്കാൻ നോക്കിയാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധ വെക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് വീഴാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും മുറിയാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കേറ്റിംഗ് ഷൂ നമ്മൾ നല്ലപോലെ മുറുക്കി വെക്കുക. നമ്മൾ കാലിൽ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ ആ സ്കേറ്റിംഗ് ഷൂ പോകും. നിങ്ങൾ മുറുക്കി വെക്കാൻ മറക്കരുത്. പിന്നെ ഒന്നുമില്ല പറയാൻ. പിന്നെ നമ്മൾ സ്കേറ്റിംഗ് ഷൂ നല്ലപോലെ പഠിക്കണം. ഇങ്ങനെ ഒരു ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം പഠിക്കാതിരിക്കുക, ഒരു ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം പഠിക്കാതിരിക്കുക. പിന്നെ നമ്മൾ അതൊരു ശീലമാവും. ആ ശീലമാവണം. പിന്നെ നമ്മൾ പഠിച്ച് നമുക്ക് ആ ശീലമാവും. എപ്പോഴും ഒരു വൈകുന്നേരം വന്നിട്ട് ഞാൻ ചെയ്യല ഈ സ്കേറ്റിങ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടണതായിരിക്കും. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.